കുടുംബത്ത് ഹല്ലേലൂയ ഭർത്താവും ഭാര്യയും കൈപിടിച്ച് പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ ഇരിക്കുന്ന ഒരു ഭവനമാണ് എങ്കിൽ നിന്റെ കുഞ്ഞുങ്ങൾ മറ്റൊരു സ്നേഹം തേടി പോകത്തില്ല. Amen. If your husband and wife holding your hands together, praying together, showing the best example to your children will not look for other love from world. ദൈവത്തിൽ നിന്ന് ജനിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിനെ റിബീക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ അത്രേ. And again I will add it to that. Anything that is coming into a life not born from God, we have to rebuke it. നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ വിവാഹം കഴിക്കണമെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ മാത്രമേ ദൈവവചനം കാംക്ഷിക്കുന്നുള്ളൂ. Amen. Understand this. If you want to get married, if you want to look for someone in your life, the Lord is reminding us to love the one who's born from God. കാരണം വചനം പറഞ്ഞു നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതിനെ സ്നേഹിച്ചേ മതിയാകത്തുള്ളൂ. So if you're loving the Lord, you should love the one who is born from God. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് ജനിക്കാത്തതിനെ നമ്മൾ മാറ്റി നിർത്തിയേ മതിയാകത്തുള്ളൂ. You need to be separated from those who are not born from God.